ഹലോ എവറിബഡി, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, എൻ്റെ മുടിയുണ്ടല്ലോ, എനിക്ക് ഒട്ടും ലോങ് ഹെയർ ടേക്ക് കെയർ ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഇതിങ്ങനെ സൂക്ഷിക്കണം, പിന്നിടണം, കെട്ടിവെക്കണം, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാലുണ്ടല്ലോ, എനിക്ക് ഷോർട്ട് ഹെയറെ ചേർത്തുന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അപ്പം ഞാൻ മുടി ഇച്ചിരി വളരുമ്പോഴേ അത് പോയിട്ട് വെട്ടിയിട്ട് ഒന്ന് സെറ്റൊക്കെ ആക്കിയിട്ടും. പിന്നെ വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്ത മുടി എൻ്റെ മോൾ ഭാഗം കൊണ്ട് തിക്നെസ് ഉണ്ട്, താഴത്തേക്ക് വരുമ്പം ലോങ് ഹെയർ വരുമ്പോഴത്തേക്കും തിക്നെസ് കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും ഇത് ഷോർട്ട് ഹെയർ ആയിട്ട് വെട്ടിയിടും. അപ്പം നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലോ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, ഒന്നല്ല 2 ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചി നന്നായിട്ട് മുടി വെട്ടുന്നതാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അടുക്ക് പോയിട്ട് നമുക്കൊന്ന് മുടി വെട്ടിയിട്ട് വരാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് മുടി വെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലോ ആ ദീദി എൻ്റെ പണ്ടത്തെ മുടി നരച്ചതൊക്കെ ഇവിടെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദീദിനോട് പറഞ്ഞു, ദീദി കളർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കളർ ചെയ്താരാൻ പറഞ്ഞു. അപ്പോൾ മുടി ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് കളറൊക്കെ ചെയ്തിരുന്നു. കണ്ടോ, ഇതാ എൻ്റെ കളർ ചെയ്തേക്കുന്നത്. വലിയ മോശമില്ലാണ്ട് വൃത്തികേടില്ലാണ്ട് അവർ ചെയ്തു. ഈ സൈഡിലും ബാക്ക് സൈഡിലുമാണ് കളർ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ എനിക്ക് ബ്ലാക്ക് കളറേ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഈ കളർ വരുമ്പം ഞാൻ പിന്നെ ഒന്ന് ഇരുണ്ട് മുഖം ഒന്ന് വൃത്തികേടായിപ്പോവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കളർ ചെയ്തിട്ട് വന്നു. ഇതാ എൻ്റെ മുടി വെട്ടിയിട്ടുള്ള ഫൈനൽ സ്റ്റേജ്. വലിയ കുഴപ്പമില്ല, നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് ആ ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമായതുകൊണ്ടായിരിക്കും എനിക്ക് മുടി വെട്ടിയത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.